പ്രിയപ്പെട്ടവരെ, വളരെയേറെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു മെസ്സേജ് നൽകാൻ സാധിച്ചതെന്നും. പ്രധാനമായും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പോലും പുതുതായിട്ട് മയക്കുമരുന്ന് അടിമയാകാൻ പാടില്ല. ആ ഒരു ദൗത്യത്തോടാണ് നമ്മൾ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി, ഒന്ന് രണ്ട് കുട്ടിയല്ല, പല 100 കുട്ടി, സിസ്റ്റം പോലെ ഏതെങ്കിലും കുട്ടി, ഒരു കുട്ടിയായാലും മതി, ഒരു കുട്ടി തോന്നുന്നു ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഇത് വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ കാണുന്നത് നിരവധി മാതാപിതാക്കളുടെ മക്കൾ ലഹരിക്ക് അടിമയായി ആജീവനാന്തം ഇങ്ങനെ ബുദ്ധിശൂന്യനായി നടക്കുന്നത് കണ്ടിട്ട് അവിടെ വിഷമം തോന്നുന്നു. ഒരുപാട് വിഷമമുള്ള ആൾക്കാരുണ്ട്. ആ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അത് മതിയാകത്തില്ല, അത്രയും ദൂരമുള്ള വിഷമമാണ് അവർക്ക്. അപ്പം അങ്ങനത്തെ ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ, ഞാൻ ലഹരി തൊട്ട് കഴിഞ്ഞാൽ, ഞാൻ അടിമയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനും നാട്ടിനും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പ്രശ്നമായി തീരും. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഓരോരുത്തരും ആ ലക്ഷ്യത്തോടു കൂടി ആ തോന്നൽ തന്നെ വലിയ വിജയമായിട്ട് ഞാൻ കണ്ട് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത ഇവിടെ ബഷീറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഞാൻ സിനിമാ ഫീൽഡിൽ 32 വർഷമായി. ശരിക്കും ആക്ടറായിട്ട് വന്നതാണ്. ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ മകനാണ് ദൃശ്യത്തിൽ വരുൺ പ്രഭാകർ എന്ന അഭിനയിച്ച റോഷൻ ബഷീർ, അവൻ്റെ ഫാദറാണ്. അപ്പോൾ എൻ്റെ 3ാമത്തെ ഷോർട്ട് ഫിലിമാണിത്. ആദ്യത്തെ ഷോർട്ട് ഫിലിം അദൃശ്യമായിരുന്നു. അതിന് നിരവധി പുരസ്കാരം കിട്ടിയിരുന്നു. മെഗാസ്റ്റാർ മമ്മൂക്കാൻ്റെ പേജിൽ കൂടിയായിരുന്നു റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കുട്ടി യോദ്ധാവ് എന്നൊരു ഷോർട്ട് മൂവി, ലഹരിക്കെതിരായിട്ടുള്ള ഷോർട്ട് മൂവിയാണ് ചെയ്തിരിക്കുന്നത്. അത് NHRC, CFും കേരള പോലീസും കൂടി സഹായത്തോടെ ചെയ്താണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളെയും ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയുന്നതുകൊണ്ട് അത് കണ്ട് എൻ്റെ വ്യൂ പോയിന്റിൽ കണ്ട സാധനമാണ് ഞാൻ കുട്ടി യോദ്ധാവിൽ കൂടി തന്നെ ജനങ്ങളിൽ എത്തിച്ചത്. ശരിക്കും അതിലെ നായകൻ ഞാൻ തന്നെയാണ്. കുട്ടി യോദ്ധാവ് ഞാനാണ്. ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാനൊരു 14 വയസ്സുള്ള കുട്ടിയിൽ കൂടി അത് ജനങ്ങളിൽ എത്തിച്ചത്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ നാടിൻ്റെ സംസ്കാരം സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്കാരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സിനിമകൾ വേണമെന്ന് ഞാൻ മനസ്സിലാലോചിക്കുമായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഈ സിനിമ, ഈ ഷോർട്സ് ഫിലിം വന്നിട്ടുള്ളത്.